അള്ളാഹുവിലേക്ക്, അദൃശ്യനായ അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും നോക്കുന്നത് അല്ലേ? അള്ളാഹുവിനെ കാണാനും അറിയണം, കഴിയില്ല എന്നുള്ളത്. അങ്ങനെയാണോ? അള്ളാഹുവിനെ കാണാനോ അറിയാനോ കഴിയോ? കണ്ടാലോ? പക്ഷെ നിങ്ങൾ കാണാനാ ശ്രമിക്കണ്ടേ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റും അല്ലേ? പക്ഷേ അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കാൻ കഴിയണം. അതാണ് ഹക്കീക്കത്ത് എന്ന് പറയും. ഇപ്പൊ ഇസ്ലാമിൽ 3 ഘട്ടമാണ്, 3-4 ഘട്ടങ്ങളാണ്. ഒന്ന് ശരീഅത്ത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക അല്ലേ? പിന്നെ തരീക്കത്തുണ്ട്, അള്ളാഹുവിലേക്കുള്ള പാത. തരീഖ് എന്ന് പറഞ്ഞാൽ വഴി, പാത, അള്ളാഹുവിലുള്ള വഴി, പാത. പിന്നെ അള്ളാഹുവില്ല ആ വഴിയിലൂടെ ചെന്നാൽ പിന്നെ നിങ്ങൾ എത്തിപ്പെടും അള്ളാഹുവില്ല. അതാ ഹക്കീക്കത്ത്. ഹക്കീക്കത്ത്, ഹക്ക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ ചെന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഈ 3 തലത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് അള്ളാഹുവിനെ കാണാനോ അറിയാനോ കഴിയാത്ത വിധിവിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന തലത്തിലാണ് അല്ലേ? നിങ്ങൾ തരീക്കത്തിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി അള്ളാഹുവിനെ തെരഞ്ഞു പോവുകയാണെങ്കിൽ അത് തരീക്കത്ത് എന്ന് പറയും. തരീക്ക് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള വഴി. അങ്ങനെ ആ വഴിയിലൂടെ ചെന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്തണം. അപ്പോൾ ഹക്കീക്കത്ത്, ഹക്ക് അള്ളാഹുവിനെ കണ്ടെത്തി, യഥാർത്ഥത്തെ കണ്ടെത്തി. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ബാബ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും. ഞാൻ ഈ വഴിയിലൂടെ ചെന്ന് അള്ളാഹുവിനെ കണ്ടെത്തി, അള്ളാഹുവിൽ മുഴുകി, അള്ളാഹു ചേർന്ന് അള്ളാഹു ആയിരിക്കുന്ന തലത്തിലാണ് ഞാൻ. അപ്പൊ കണ്ടെത്തി ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും എനിക്ക് കാണിച്ചു തരാൻ കഴിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ വേണ്ട. ഇവരെല്ലാവരും അള്ളാഹുവിനെ കാണണം, ഈശ്വരനെ കാണണം എന്നുള്ള തലത്തിലാണ്. നിങ്ങൾ ഉംറയ്ക്ക് പോകുന്നുണ്ട്, ആ വിഷയം മാത്രം നമുക്ക് ചർച്ച ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ മതി. നിങ്ങളുടെ ആവശ്യം പറയണം. അങ്ങനെ ഉണ്ടോ? ആഗ്രഹമുണ്ടോ? ഉദ്ദേശമുണ്ടോ?